ഇന്നലെ നമ്മളൊരു പയ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രോ TRV അഥവാ ടെമ്പററി റെസിഡൻറ്റ് വിസ എന്താണ്? അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു ടെമ്പററി റെസിഡൻറ്റ്, അതായത് വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റിലൊക്കെയാണ് നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ച് കാനഡയിലോട്ട് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ പാസ്പോർട്ടിൽ വരുന്ന ഈ TRV അഥവാ ടെമ്പററി റെസിഡൻറ്റ് വിസ. നാട്ടിലോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി അത് അപ്ലൈ ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം പോകാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചുകൊണ്ട് എളുപ്പം. ആദ്യം തന്നെ നിങ്ങൾ IRCCയുടെ വെബ്സൈറ്റിൽ കയറി GCKയിലൂടെ നിങ്ങളുടെ പോർട്ടലിൽ കയറിയിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എന്തേ കണ്ടോണേ, നിങ്ങൾ നേരെ വിസിറ്റർ വിസയ്ക്കുള്ള ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെമ്പററി റെസിഡൻറ്റ് വിസ ഇൻസൈഡ് കാനഡയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് എലിജിബിൾ ആണോ അല്ലയോ എന്ന് ഉറപ്പായിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് IMM 5257 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ IRCCയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് കയറിയിട്ട് കറക്റ്റായിട്ട് ഫോം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്. $100 നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വിസ കാർഡിൽ നിന്ന് നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ പറ്റും. പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അവർ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. IRCCയിൽ നിന്നും നിങ്ങളുടെ TRV അപ്രൂവ് ആയാൽ ഉടനെ അടുത്തൊരു ഇമെയിൽ വരും നിങ്ങളുടെ പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ഗുഡ് ബൈ.